ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എല്ലാവരും നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കോസ്റ്റ് ഓഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞൊന്നുമില്ല, കുറച്ച് പേര് വിളിച്ചു പറഞ്ഞായിരുന്നു. നമ്മുടെ ക്രാഷൊക്കെ അടിപൊളിയായി, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതേപോലെ തന്നെയായി, എല്ലാം നല്ലപോലെ എഴുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഈ ടേമിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പിള്ളേർ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് SFM ഉം CFR ആയിരുന്നു, തേർഡ് ഗ്രൂപ്പിനകത്തും ഫോർത്ത് ഗ്രൂപ്പിനകത്തും. SFMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് അത് ചെന്ന് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് തന്നെ മാറ്റണം. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്റർമീഡിയറ്റ് ത്രൂ ആ FM എന്ന് പറയുന്ന പേപ്പറിന്റെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെ പോകണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കൗണ്ട് ഫാക്ടറിനെ കുറിച്ചൊരു സംസാരം ഉണ്ടായി. ദാറ്റ് മീൻസ് എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, എന്തിനാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണേ, എന്തിനാണ് ഫ്യൂച്ചർ വാല്യൂ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ രസകരമായിട്ട് തിരിച്ചു പറഞ്ഞ മറുപടി, സാറേ 10% ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, 1/1.10 എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു എത്ര വർഷത്തേക്കാണ് വേണ്ടത് ഈക്വൽ ടു അടിച്ചാൽ മതി അല്ലേ? അത് മാറി 15% ആയാൽ 1/1.15 അടിച്ചിട്ട് ഈക്വൽ ടു അടിച്ചാൽ ആൻസർ കിട്ടും. അത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നോ, എന്താണ് FMനകത്ത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നോ ഒന്നുമില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മാറ്റേണ്ടത്. സോ ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് ഈ പറയുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ, അല്ലെങ്കിൽ എന്തിനാണ് പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് രസകരമായിട്ടൊരു ആൻസർ കേട്ടത്, സാറേ കഴിഞ്ഞ വർഷം 10 രൂപയ്ക്ക് സാറിന് എന്ത് കിട്ടുന്നു, ഓക്കെ, അതിനേക്കാൾ കുറവല്ലേ സാറിന് ഇപ്രാവശ്യം കിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ പ്രാവശ്യം സാർ 10 രൂപയും കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് സാർ 10 രൂപയും കൊണ്ട് ഒരു കടയിൽ പോയപ്പോൾ സാറിന് എന്തൊക്കെ കിട്ടിയോ അത്രയും ഇന്ന് കിട്ടുമോ? അത് ഇൻഫ്ലേഷനാണ്. പ്രസന്റ് വാല്യൂ ഫാക്ടറിനകത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വൺ ഓഫ് ദ ഫാക്ടർ, അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഈ ഇന്റർണൽ ഫൈനലിൽ പഠിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിനേക്കാളൊക്കെ അപ്പുറമാണ്. മനസ്സിലായി? കടയിൽ ചെന്ന് എത്ര രൂപയ്ക്ക് എന്ത് സാധനം കിട്ടും, അതാണ് ഇപ്പുറത്തെ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി. സപ്പോസ് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1000 rupees, സപ്പോസ് ഒരു 1000 rupees നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ബോറോ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു 1000 രൂപ ബോറോ ചെയ്തു, നിങ്ങൾ അവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് 10% ആണെന്ന് കരുതുക. സോ സപ്പോസ് നിങ്ങൾ ഇയർ 0 ഇത് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കൊരു അധികം കണക്കൊന്നും വേണ്ട, ഒരു 3 വർഷത്തെ കണക്കെടുക്കാം. ഇയർ 1, ഇയർ 2 ആൻഡ് ഇയർ 3. ഞാനൊരു 3 വർഷത്തെ കണക്ക് മാത്രമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഒരു 1000 രൂപ ഒരാളുടെ നിന്ന് കടം വാങ്ങിച്ചിരിക്കുക, ആ കടം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10% പലിശ കൊടുക്കണമെങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് അയാൾക്ക് 1100 രൂപ കൊടുക്കേണ്ടി വരും. കറക്റ്റ്? ഓക്കെ, രണ്ടാമത്തെ വർഷമാണെങ്കിലും ഒരു വർഷത്തെ 10% വരും, ആൻഡ് സെക്കൻഡ് ഇയറിലെ 10% വരും. ദാറ്റ് മീൻസ് 1100 ഇൻറ്റു, അതായത് ഇവിടെ വരുവാണെങ്കിൽ 1000 ഇൻറ്റു 10%, അത് ഇയർ 2 വരുമ്പോൾ 1100 ഇൻറ്റു 10% ആയി. ആൻഡ് ഇയർ 3 വരുമ്പോൾ ഇവിടെ 1210 വരും. ആൻഡ് ഇയർ 3 വരുമ്പോൾ 1210ന്റെ എത്ര ശതമാനം? 10% കൊടുക്കേണ്ടി വരും. അങ്ങനെ 1331 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലെ? ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ വേറൊരു രീതിയിൽ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇയർ 1 നിങ്ങൾ റീപേ ചെയ്തത്, അല്ലെങ്കിൽ റീപേ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1100, നിങ്ങൾ എത്ര രൂപയുടെ കടമാണ് വീട്ടിൽ? കടം വീട്ടാൻ വേണ്ടി എത്ര രൂപ കൊടുത്തു എന്നല്ല ഞാൻ ചോദിക്കണേ, നിങ്ങൾ എത്ര രൂപയുടെ കടമാണ് വീട്ടിൽ? നിങ്ങൾ ബോറോ ചെയ്തത് 1000 രൂപയാണ് അല്ലെ? 1000 രൂപയുടെ കടം വീട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ റീപേ ചെയ്തത് 1100 ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഡെപ്റ്റ് ഇപ്പോഴും എത്ര തന്നെയാണ്? 1000 തന്നെയാണ്. ഐ മീൻ കറക്റ്റ്? ഇനി ഇൻ ദ സെക്കൻഡ് ഇയർ, നിങ്ങളുടെ ആദ്യത്തെ വർഷം നിങ്ങൾ വിചാരിച്ച ലാഭവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ ആണ് നിങ്ങൾ ഈ പറയുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ 1210 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്ന ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 1000 ആണ്. എന്റെ ചോദ്യം ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ കടം വീട്ടാൻ വേണ്ടി എത്ര രൂപ കൊടുക്കണേ എന്നല്ല ഞാൻ ചോദിച്ചേ. ഞാൻ ചോദിച്ചത് നിങ്ങൾ എത്ര രൂപയുടെ കടമാണ് വീട്ടണേ. ഓക്കെ, സെക്കൻഡ് ഇയറിൽ 1210 രൂപ കൊടുത്താലും നിങ്ങൾ വീട്ടാൻ പോകുന്ന കടം എന്ന് പറയുന്നത് 1000 മാത്രമാണ്. കറക്റ്റ്? ആൻഡ് ഇൻ ദ തേർഡ് ഇയർ ഓൾസോ ആലോചിച്ചോക്കെ, മൂന്നാമത്തെ വർഷം, ദാറ്റ് മീൻസ് ഇയർ 1 ഇയർ 2 നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഇയർ 3 നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് 1331 രൂപ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇല്ലാതാക്കിയ ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 1000 രൂപ മാത്രം. മനസ്സിലായി? ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഫ്യൂച്ചർ വാല്യൂ, ആൻഡ് താഴെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ പ്രസന്റ് വാല്യൂ. ക്ലിയർ?
മനസ്സിലായി? ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി നമ്മൾ പഠിച്ചനുസരിച്ചിട്ട് നോക്കാം. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, 1100 രൂപയാണ് കൊടുത്തത്, നമ്മൾ വാങ്ങിച്ചത് 1000 രൂപ മാത്രം, നമുക്ക് എത്ര വരും? 1.1 വരും. ഓക്കെ, ഫോർ 1 റുപ്പീസ്. ഒരു രൂപയുടെയാണ് നിങ്ങൾ വാല്യൂ കാണണമെങ്കിൽ ഇവിടെ 1.1 വരും. ഇവിടെ ആണെങ്കിലും 1210 ഡിവൈഡഡ് ബൈ 1000 എത്ര വരും? 1.21 വരും. മനസ്സിലാവും? അതായത് ഒരു രൂപയുടെ ഫ്യൂച്ചർ വാല്യൂ ആണ് 1.1 1.21. ഇത് എന്തിനാണ് നമ്മൾ ഒരു രൂപയിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്ന് കൂടെ ഞാൻ പറയാം. ഓക്കെ, ഇനി പെർസെന്റ് വാല്യൂ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തായിരുന്നു? 1100 രൂപയായി, പക്ഷേ അതിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 1000 തന്നെയാണ്. Correct? That means 1000 divided by 1100 വരും. ഇതാണ് എന്താണ് 0.909 ആവുന്നത്. ഇൻ ദ സെക്കൻഡ് ഇയർ നിങ്ങൾ 1000 രൂപയുടെ ഡെപ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ക്യാഷ് എന്ന് പറയുന്ന 1210. ഇതാണ് 0.826 ആവുന്നത്. മനസ്സിലായോ? അല്ലാതെ 10% പലിശയ്ക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ 10% നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ, 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 1 ഡിവൈഡ് ബൈ 1.10 1.10 അടിച്ച് ഈക്വൽ ടു അടിച്ച് 0.909 0.826 ഇങ്ങനെയല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി SFM-നകത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ 1000 നിങ്ങളുടെ ക്യാപിറ്റൽ ആണെങ്കിൽ, ഈ 1000 രൂപ നിങ്ങൾ ഇക്വിറ്റി ഷെയർസിന്റെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കരുതുക. നിങ്ങൾ 1000 റുപ്പീസ് റീപേ ചെയ്താൽ പോരാ, അവർ എക്സ്പെക്ടഡ് റിട്ടേൺ കൂടെ ചേർത്ത് നിങ്ങൾ 1100 രൂപ റീപേ ചെയ്യണം. കറക്റ്റ്? സോ ഈ 1000 വെച്ച് നിങ്ങൾ ഏൺ ചെയ്യേണ്ടത് 1100 ആണ്, അല്ലെ? ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഈ 1000 വെച്ച് നിങ്ങൾ ഏൺ ചെയ്യേണ്ടത് 1210 ആണ്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കി, രണ്ടാമത്തെ വർഷം 1210 രൂപ കിട്ടിയാലേ ഇയർ 0-നകത്തുള്ള ഏത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ പോലെയുള്ള ചാപ്റ്ററിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന ഈ എമൗണ്ട് എത്രയാണോ അതിനെ ഈ 0.826 വെച്ചും 0.75 വെച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ? സോ കുറെ കൺസെപ്റ്റ് വീഡിയോസ് വേണമെന്ന് കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്നത് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ, ഇവൻ SFM-നകത്ത് ലീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ലീസിനകത്ത് മാത്രമല്ല, കുറെ സ്ഥലങ്ങളിൽ ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് ചില സ്ഥലത്ത് KE എടുക്കുന്നു, ചിലതിനകത്ത് KP ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് എടുക്കുന്നു, ചിലതിനകത്ത് KD എടുക്കുമ്പോൾ മാത്രം × 1 - T ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പിള്ളേർ ചോദിച്ചൊരു സംശയമാണ്, അതെന്തിനാ സാറേ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുമ്പോൾ ഈ KEയും KP ഒക്കെ എടുക്കണേ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ ക്യാപിറ്റലായിട്ട് വാങ്ങിച്ചത് ഇക്വിറ്റി ത്രൂ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത് ഡിസ്കൗണ്ട് ഫാക്ടർ KE ആണ്. ക്ലിയർ? നിങ്ങൾ ക്യാപിറ്റലായിട്ട് വാങ്ങിച്ചത് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കേണ്ട ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് KP ആണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, എന്തെങ്കിലും ക്ലാരിറ്റിക്കകത്ത് കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇതിന്റെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അയച്ചുതരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് തൊട്ട് SFM-ന്റെയും CFR-ന്റെയും ഇന്റർമീഡിയറ്റിനകത്താണെങ്കിൽ FM-ന്റെയും ഈ പറയുന്ന കുറച്ച് കൺസെപ്റ്റ് വീഡിയോസ് നമുക്ക് ചെയ്യണം, അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.